ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൽ ചിരവൈരികളായിട്ടുള്ള പാകിസ്ഥാനെതിരെ വീണ്ടും ഒരു കിടിലൻ വിജയം കൊയ്തിരിക്കുകയാണല്ലോ ടീം ഇന്ത്യ. ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ പരാജയ ഭീതിയിലായിട്ടുള്ള ടീം ഇന്ത്യ ബൗളർമാരുടെ മാജിക്കൽ പെർഫോമൻസിന്റെ മികവിലാണ് 6 റൺസിന്റെ കിടിലൻ ത്രസിപ്പിക്കുന്ന വിജയം പാകിസ്ഥാനെതിരെ പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ 120 റൺസിന്റെ വിജയ ലക്ഷ്യമാണ് പാക് പടയ്ക്ക് മുമ്പിൽ ഇന്ത്യ നൽകിയതെങ്കിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസിലേക്ക് എത്താൻ മാത്രമേ പാകിസ്ഥാന് സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യ ഈ ഒരു മത്സരം തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. കാരണം നമുക്കറിയാം 119 റൺസ് എടുത്ത് ഇന്ത്യ ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു. 20 ഓവർ പോലും തികയ്ക്കാൻ സാധിക്കാതെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ടീം ഇന്ത്യ ഓൾ ഔട്ട് ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ശരിയാണ്, 119 റൺസ് എന്നുള്ളത് വളരെ ലോ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിൽ ഋഷഭ് പന്ത് ഒഴികെ ബാക്കിയുള്ള ഒരു താരവും മികവ് കാട്ടിയിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഋഷഭ് പന്തിന്റെ പ്രകടനം നമ്മളിവിടെ എടുത്തു എന്ന് പറയണം. കാരണം ഈ ഒരു ബൗളിംഗ് പിച്ചിൽ എത്ര നല്ല ഷോട്ട് എടുത്താലും റൺസ് വരാൻ സാധ്യത ഇല്ല എന്ന് തുടക്കത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തലങ്ങും വിലങ്ങും അദ്ദേഹം വീശി നേടിയ 42 റൺസാണ് ഇന്ത്യ 100 കടത്തിയതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ 119 റൺസെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പന്തിന്റെ പ്രകടനം വളരെ നിർണായകമാണ്. ഇനിയിപ്പോ ഇന്ത്യ എടുത്ത ആ ഒരു 119 എന്നുള്ള വളരെ ലോ ആയിട്ടുള്ള സ്കോർ പാകിസ്ഥാൻ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയത് എവിടെയാണ്? തീർച്ചയായിട്ടും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അത്യുജ്വലമായിട്ടുള്ള ക്യാപ്റ്റൻസിക്ക് നമ്മൾ കൈയടിക്കണം. തന്റെ ബോളർമാരെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. കൈവിട്ടു പോയിന്ന് കരുതിയ മത്സരം ടീം ഇന്ത്യ തിരിച്ചു പിടിച്ചത് എവിടെയാണ്? തീർച്ചയായിട്ടും ബൗളിംഗിൽ തന്റെ കുന്തമുനിയായിട്ടുള്ള സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ 15ാമത്തെ ഓവറിൽ തിരികെ വിളിച്ച് രോഹിത് ശർമ്മയുടെ ആ ഒരു തീരുമാനം വളരെ മികച്ചതായിരുന്നു. നമ്മൾ കണ്ടതാണ്, കളിയുടെ 12ാമത്തെ ഓവർ മുതൽ തന്നെ അർഷ്ദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് മാറി മാറിക്കൊണ്ട് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തായാലും 13ാമത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ 1 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അപകടകരമായിട്ടുള്ള ഫക്കർ സമ്മാനം അടക്കുന്നു. 14ാമത്തെ ഓവറിൽ അർഷ്ദീപ് സിംഗ് 7 റൺസാണ് വിട്ടുകൊടുക്കുന്നത്. പിന്നീട് കളിയുടെ 15ാമത്തെ ഓവർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തന്നെ ലഭിക്കുമെന്ന് കുറച്ചു പേരെങ്കിലും പ്രതീക്ഷിച്ച് കാണണം. കാരണം അദ്ദേഹത്തിന് ഒരു ഓവർ ബാക്കിയുണ്ടായിരുന്നല്ലോ. എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ പിൻവലിച്ചുകൊണ്ട് രോഹിത് ശർമ്മ ബുംറയെ 2ാം സ്പെല്ലിനായി തിരികെ വിളിക്കുന്നു. ആദ്യ 2 ഓവറിൽ 9 റൺസിന് 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. പാക് ടീം അപ്പോൾ 3-ന് 80 റൺസ് എന്ന നിലയിലായിരുന്നു. എന്തായാലും ടോപ്പ് സ്കോററായിട്ടുള്ള മുഹമ്മദ് റിസ്വാനും അതുപോലെ തന്നെ ഇമാദ് വസീമുമായിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നതും. ആദ്യ ബോളിൽ തന്നെ റിസ്വാന്റെ കുറ്റി തെറിപ്പിച്ചുകൊണ്ട് ബുംറ പാകിസ്ഥാനെ ബാക്ക് ഫുട്ടിലാക്കുന്നു. ഈ ഒരു ഓവറിൽ വിട്ടുകൊടുത്തതാവട്ടെ വെറും 3 റൺസും. നമ്മൾ കണ്ടതാണ്, പാകിസ്ഥാന്റെ നിരയിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിസ്വാൻ ആയിരുന്നു. അദ്ദേഹം അവസാനം വരെ ക്രീസിൽ നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ കളിയും വിജയിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മടങ്ങുക. പക്ഷെ റിസ്വാനെ ബുംറ മടക്കിയതോടുകൂടി ഇന്ത്യ കളി പിന്നീട് പിടിമുറുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ക്രീസിലേക്ക് എത്തിയ പാക് ബാറ്റ്സ്മാൻമാരെല്ലാം റണ്ണെടുക്കാൻ ഒരുപാട് പാടുപെടുന്ന കാഴ്ച. ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരുന്നു. ഇങ്ങനെ തന്നെയാണ് ടീം ഇന്ത്യ കളി അങ്ങ് തിരിച്ചു പിടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും അർഷ്ദീപ് സിംഗിന് പകരം അടുത്ത ഓവറിൽ അക്ഷർ പട്ടേലിനെ രോഹിത് ശർമ്മ കൊണ്ടുവരുന്നു. ആ ഒരു ഓവറിൽ പാക് ടീം നേടിയതാവട്ടെ വെറും 2 റൺസും. കളിയുടെ 17ാമത്തെ ഓവറിൽ 5 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ ശതാബ് ഖാനെയും മടക്കുന്നു. ഹാർദിക്കിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം കേട്ടോ. ഗംഭീര ബൗളിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം IPL ഒക്കെ വളരെ മോശം പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ അത് തന്നെ തുടരുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈസ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ക്ലച്ച്മാനായി മാറുന്ന കാഴ്ച. പിന്നീട് കളിയുടെ 19ാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറ വീണ്ടും മിന്നിക്കത്തി തന്നെയാണ് ബോൾ എറിയുന്നത്. 3 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഇഫ്തിഖാർ അഹമ്മദിനെ മടക്കുന്നു. ഒടുവിൽ 7 വിക്കറ്റിന് 113 റൺസ് മാത്രം എടുത്തുകൊണ്ട് പാകിസ്ഥാൻ മത്സരം അടിയറ വെക്കുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഡീപ്പ് ട്രബിൾ തന്നെയാണുള്ളത്. ഇനി അവർക്ക് മുമ്പോട്ട് കടക്കണമെങ്കിൽ വലിയ തോതിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ത്യ ആവട്ടെ സൂപ്പർ 8ന്റെ ആ ഒരു യോഗ്യതയിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും. വരേക്കും ഗുഡ് ബൈ.